എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും എനർജിയുമായി കണക്റ്റ് ആയതിനു ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഇതൊരു എനർജി എക്സ്ചേഞ്ച് വീഡിയോ ആണ്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ഇവിടെ 3 കാർഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള കാർഡ്സ് ദ ഡെത്ത്, 3 ഓഫ് സോർഡ്സ്, ദ മജീഷ്യൻ. ഡെത്ത് കാർഡ് വന്നതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യകത ഒന്നും തന്നെ ഇല്ല. ഈ ഡെത്ത് കാർഡ് പലപ്പോഴും ഒരു എൻഡിങ്ങിൻ്റെയും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെയും കാർഡാണ്. അതായത് നിങ്ങളുടെ പഴയ പാറ്റേണുകളും ശീലങ്ങളും ഉപേക്ഷിച്ച് പുതിയ തുടക്കങ്ങൾക്ക് വഴിയൊരുക്കുന്ന വലിയ മാറ്റത്തിൻ്റെ ഒരു സമയത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഈ കാർഡ് അനിശ്ചിതത്വത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ ചില അസ്വസ്ഥതയുണ്ടാകും. എന്നിരുന്നാലും ഓരോ അവസാനത്തിലും വളർച്ചയ്ക്കും പുതുക്കലിനും അവസരം ലഭിക്കുമെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. ഒരു അവസാനത്തിന് ശേഷം ഒരു പുതിയ തുടക്കം, അതായത് ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ കാർമിക്കും എൻഡായിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ട്, അതാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഡെത്ത് കാർഡിലൂടെ. ഇപ്പോൾ കരിയർ ആയാലും ഫൈനാൻസ് ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും ഒരു ഫേസ് എൻഡായതിനു ശേഷം പുതിയൊരു സ്റ്റാർട്ട്, ഒരു ന്യൂ സ്റ്റാർട്ട് തുടങ്ങുന്നു. അതാണ് ഈ ഡെത്ത് കാർഡിലൂടെ നിങ്ങളെ യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നത്. ഇതിനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് 3 ഓഫ് സോർഡ്സ് ആണ്. ഈ കാർഡ് 3 വാളുകൾ കുത്തിക്കയറിയ ഒരു ഹൃദയത്തെ ഇത് ചിത്രീകരിക്കുന്നു. ഇത് ആഴത്തിലുള്ള വൈകാരിക വേദനയോ ഹൃദയഘാതത്തെയോ പ്രതിനിധീകരിക്കുന്നു. ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾ പേടിവെക്കേണ്ട ആവശ്യകത ഒന്നും തന്നെ ഇല്ല. ഈ 3 ഓഫ് സോർഡ്സ് എന്ന കാർഡിനെ തീവ്രമായ ദുഃഖത്തിൻ്റെ ഒരു സമയത്തെ സൂചിപ്പിക്കാൻ കഴിയും. അവിടെ നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ നിങ്ങളെ ഒറ്റിക്കൊടുക്കുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്തതായി തോന്നിയേക്കാം. അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കിക്കാണുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കിക്കാണുക. നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്ന ഒരു ഫേസ് ആയിരിക്കില്ല അവർക്ക് നിങ്ങളുടെ ബാക്കിൽ നിന്ന് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ളവരായിരിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും ശ്രദ്ധാപൂർവം തന്നെ നോക്കിക്കാണുക എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാം ശ്രദ്ധാപൂർവം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന് വേദനയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ആരിലും കൂടുതൽ ഓവർ ഗിവിങ് ആവരുത്. ആവശ്യത്തിന് മാത്രം മതി. നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യുക, മുന്നോട്ട് പോവുക. ആരിലും കൂടുതൽ ഓവർ ഗിവിങ് ആവരുത്. ആവശ്യത്തിന് മാത്രം മതി. നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യുക, മുന്നോട്ട് പോവുക. ഈ ഡെത്ത് കാർഡും 3 ഓഫ് സോർഡ്സും ഒരുമിച്ച് വന്നാൽ യൂണിവേഴ്സ് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, പരിവർത്തനത്തിൻ്റെയോ രോഗശാന്തിയുടെയോ ആവശ്യകതയെക്കുറിച്ചുള്ള യൂണിവേഴ്സിൽ നിന്നുള്ള ശക്തമായ ഒരു സന്ദേശമാക്കാൻ കഴിയും. ഇനി നിങ്ങളെ സേവിക്കാത്ത പഴയ പാറ്റേണുകളും ജീവിത രീതികളും ഉപേക്ഷിക്കേണ്ട സമയമാണിതെന്ന് ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നു. ഇതിൽ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതോ നിങ്ങളെ വേദനിപ്പിക്കുന്ന ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതോ ഉൾപ്പെട്ടേക്കാം. അതുകൊണ്ട് നമ്മൾക്ക് ബെസ്റ്റ് എന്താണോ അത് ചെയ്യുക. നമ്മുടെ ഫിസിക്കലി മെൻ്റലി ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, അത് മാത്രം നമ്മൾ ചെയ്യുക. ഇനി അടുത്ത കാർഡ് വന്നിട്ടുള്ളത് ദ മജീഷ്യൻ കാർഡാണ്. മജീഷ്യൻ കാർഡ് ഒരു വിൽ പവറിൻ്റെ കാർഡാണ്. ഇതുവരെയായി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു എന്ന് കാണിക്കുന്ന ഒരു വിൽ പവറിൻ്റെ കാർഡാണ് ദ മജീഷ്യൻ കാർഡ്. അതായത് ഒരു ഫേസ് കഴിഞ്ഞതിന് ശേഷം ഒരു ന്യൂ ഫേസ്, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ യൂണിവേഴ്സ് നമ്മുടെ കൂടെയുണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു കാർഡാണ് ദ മജീഷ്യൻ കാർഡ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു മിറാക്കിൾ സംഭവിക്കുന്നു. അതാണ് ഈ മജീഷ്യൻ കാർഡ് അർത്ഥമാക്കുന്നത്. ഒരു സക്സസ് വരുന്നു. ഇതുവരെയായി മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, അതായത് ഫൈനാൻസ്, കരിയർ, റിലേഷൻഷിപ്പ്, എന്തുമാവട്ടെ, അതൊക്കെ സാധിച്ചു തരാൻ നമ്മുടെ ഒപ്പം തന്നെ യൂണിവേഴ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ മജീഷ്യൻ കാർഡിലൂടെ. ഒരു സക്സസ് നമ്മളിലേക്ക് വരുന്നു. അതാണ്
ബി പോസിറ്റീവ്, ബി ഹാപ്പി. താങ്ക് യു യൂണിവേഴ്സ്.